നമുക്ക് ഈ ആരാധനയുടെ അനുഗ്രഹത്തിനായി ദൈവസാന്നിധ്യത്തിനായി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി വിനയത്തോടും താഴ്മയോടും ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും കരുണയും സ്നേഹവും ഉള്ളവനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഒരു വിശുദ്ധ ദിവസം കൂടെ അടികളുടെ ആയുസ്സിൽ അവിടുന്ന് വേർതിരിച്ച് തന്ന അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് അടികൾ അവിടുത്തെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രിയ കർത്താവേ, ഒരു മാസം കൂടെ അടികളുടെ ജീവിതത്തിൽ കടന്നുപോയി. ഈ 2020 ആണ്ടിൻ്റെ 10 മാസക്കാലവും കർത്താവെ ഞങ്ങളെ വിട്ട് കടന്നുപോയല്ലോ. ദൈവമേ, ആപത്തുകളും അനർത്ഥങ്ങളും നിറഞ്ഞ കർത്താവെ ലോകത്തിൽ അടികളെ ക്ഷേമത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ അടികളെയും അടികളുടെ പ്രിയപ്പെട്ടവരെയും അടികളുടെ കുഞ്ഞുങ്ങളെയും അടികളുടെ സഹവിശ്വാസികളെയും എല്ലാം അവിടുന്ന് സൂക്ഷിച്ചതോർത്ത് തിരുനാമത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവെ, പോയ ദിനങ്ങളിലൊക്കെ അനുഭവിച്ച എല്ലാ ദൈവകൃപയ്ക്കായും ദൈവിക സംരക്ഷണത്തിനായും കരുതലിനായും ദൈവത്തിന് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ കുറവുകളൊക്കെ ക്ഷമിക്കണമേ. ആരാധിപ്പാൻ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, യോഗ്യമായി അവിടത്തേക്ക് മഹത്വം കരയേറ്റുവാൻ അടികളെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ അവിടുത്തെ സാന്നിധ്യം അടിയങ്ങൾക്ക് നൽകണമേ. പാട്ട് പാടുന്നതിലൂടെയും പ്രാർത്ഥിക്കുന്നതിലൂടെയും വചനം കേൾക്കുന്നതിലൂടെയും കർത്താവെ തിരുസന്നിധിയിൽ അടുത്ത് വരുന്നതിലൂടെ അടിയങ്ങൾക്ക് കർത്താവെ അവിടുത്തെ സ്നേഹത്തെ, അവിടുത്തെ കൃപയെ, അവിടുത്തെ അനുഗ്രഹത്തെ അനുഭവിപ്പാൻ അവിടുന്ന് മുഖാന്തരമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അടികൾ ആരാധന അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കാൻ, ഞങ്ങളുടെ ദേശത്തിന് വിടുതലായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനർത്ഥ കാലത്ത് ദൈവമേ അവിടുന്ന് തൻ്റെ കർത്താവെ തിരുച്ചിറകടിയിൽ അവിടുന്ന് ഞങ്ങളെ മറയ്ക്കുന്ന ദൈവമാണല്ലോ. നന്ദിയോട് തിരുനാമത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങളെ കർത്താവ് സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന അവിടുത്തെ എല്ലാ അനുഗ്രഹത്തിനായും സ്തോത്രം. കർത്താവിനുള്ള ആരാധന അനുഗ്രഹിക്കണം, നന്മകളാൽ അവിടെ നിറയ്ക്കണം, അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ ധന്യരാക്കണം. യേശു മിശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. ദൈവനാമം സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിലെ 1-ാമത്തെ പാട്ട് നമുക്ക് പാടാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നമുക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ.
ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങൾ വായുന്ന സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. അതിന്റെ പ്രകാരം തന്നെ ആമേൻ. രണ്ടാമത്തെ സ്തുതിരിത്താനും അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. വരുവേൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ന്യായ പ്രമാണ പ്രകാരം നടക്കുവാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദപരമായിരിക്കുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരു മുൻപായി അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാവനങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴിയ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി വിനയപ്പെടുത്തി നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി നമുക്ക് ദൈവത്തോട് ഏറ്റവും വിനയത്തോടെ പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയമസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ കരുണ തോന്നുന്ന ദൈവമാണ്, മനസ്സലിയുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും വിനയത്തോടുകൂടെ നമ്മുടെ പാപങ്ങളെ അറിഞ്ഞുമറിയാതെയും വന്നുപോയ കുറവുകളെ ഏറ്റവും വിനയത്തോടെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിച്ച് ചൊല്ലാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ചെന്നിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെയും വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതുണ്ട്, ചെയ്താത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമുണ്ട്. കഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണം. ദൈവമേ, ഞങ്ങളുടെ വീടുകളെ പറയുന്നവരോട് ക്ഷമിക്കണം. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യത്തോട് അറിയിച്ചിരുന്ന വാഗ്ദത്ത പ്രകാരം അനുദമിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണം. മഹാകരുണയുള്ള പിതാവേ, എൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവവൃത്തിയോട് നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ.
കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന് നാമം സ്തുതിക്കപ്പെടട്ടെ. വരുവേൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകലദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു. നാമം അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം എപ്പോഴും പ്രകാരം തന്നെ. ആമേൻ. ഇപ്പോൾ പാഠഭാഗങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ഒന്നാം പാഠം. ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം 15 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം 15 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ എൻ്റെ ഹൃദയവും സന്തോഷിക്കും. നിന്റെ അധരം നേർ സംസാരിച്ചാൽ എൻ്റെ അന്തരംഗങ്ങൾ സന്തോഷിക്കും. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവഭക്തിയോടിരിക്കാം. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. മകനെ, കേട്ടു ജ്ഞാനം പഠിക്കാം. നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജന പ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. കുടിയനും അതിഭക്ഷനും ദരിദ്രനായിത്തീരും. നിദ്രാലത്യം പഴന്തുണി ഉടുക്കുമാറാകും. നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്കു കേൾക്കാൻ. നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. നീ സത്യം വിൽക്കയല്ല വാങ്ങുകയത്ര വേണ്ടത്. ജ്ഞാനവും പ്രബോധവും വിവേകവും അങ്ങനെ തന്നെ. നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും. ജ്ഞാനിയുടെ ജനകൻ അവനെ സന്തോഷിക്കും. നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ. നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. എൻ്റെ വഴി നിന്റെ കണ്ണ് ഇൻപമാക്കിയിരിക്കട്ടെ. ഇവിടെ ഒന്നാം വേദഭാഗം വായിച്ചു അവസാനിക്കുന്നു. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം. സങ്കീർത്തനം 127. 127-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃദ്ധ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃദ്ധ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാരത്തിൽ നിൽക്കുന്നതും തന്നാൽ താമസിക്കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ഉപജീവിക്കുന്നതും മോശമത്രേ. എന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലവും അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. ചേർന്ന് വായിക്കാം. അവയെ കൊണ്ട് തന്റെ അവനാളികൾ ചെയ്യുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാദത്തിൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ നിന്ദിച്ചു പോകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. രണ്ടാം പാഠം. ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യർ 6-ാം അധ്യായം 10 മുതൽ 18 വരെ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം
കാലിന് ചെരിപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ടും നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഇവിടെ രണ്ടാം വേദഭാഗം വായിച്ചവസാനിച്ചിരിക്കുന്നു. ദൈവമേ സ്തോത്രം ആകട്ടെ. സഭയുടെ പാട്ട് നമുക്ക് നിൽക്കവേ പ്രതിവാക്യമായിട്ട് ചൊല്ലാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരികളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവം മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ വരമേറ്റപ്പോൾ കന്യയുടെ ഗർഭത്തെ വരുത്തില്ല. നീ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായി നിന്റെ അടിയാർക്ക് സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആര് എന്ന് ചോദിച്ചു. അവനൊരു ശിശുവിനെ അടുക്കെ വിളിച്ചു അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെ താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് അവന് നന്ന്. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ക്രിസ്തുവേ, എനിക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നാം തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിന് മുൻപായി 186-ാം കീർത്തനത്തിൽ നിന്ന് നമുക്ക് പാടാം. കീർത്തനം 186.
നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചനം കേൾക്കുവാനും അത് കാക്കുവാനും ധ്യാനിക്കുവാനും അടിയങ്ങൾക്ക് ഓരോ അവസരം കൂടെ നൽകിയിരിക്കുന്നുവല്ലോ. കർത്താവെ, അവിടുത്തെ വചനമാകുന്നുവല്ലോ ഞങ്ങളുടെ ജീവൻ, ഞങ്ങളുടെ ജീവിതം. കർത്താവെ, ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതും ഞങ്ങളെ ശരിയായ പാതയിൽ നടത്തുന്നതും അവിടുത്തെ വചനമാകുന്നല്ലോ. അവിടുത്തെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. കർത്താവ്, വചനത്താൽ ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ. വിശേഷാൽ ഞങ്ങളുടെ പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, തിരുസന്നിധിയിൽ അവരെ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ വചനപ്രകാരം അവരെ പോഷിപ്പിക്കുവാൻ, അവരെ വളർത്തുവാൻ, സഭയായും കുടുംബങ്ങളായും മാതാപിതാക്കളായും അടികളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഭാവിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ ഉണ്ടാകുവാൻ, കർത്താവെ, കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുന്ന എല്ലാ സൺഡേ സ്കൂളുകൾക്ക് വേണ്ടിയും ക്രിസ്തീയ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഇതിലൂടെയൊക്കെയും എൻ്റെ മക്കൾ അവിടുത്തെ വചനത്തിൽ പോഷിപ്പിക്കപ്പെട്ട് വളർത്തപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ വചന ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇത് കർത്താവെ കേൾക്കുന്നവരും കർത്താവെ കാണുന്നവരും അറിയുന്നവരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നവരും ദൈവിക ജ്ഞാനത്താൽ നിറയപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. യേശു മശിഹാ ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിൽ ഈ ആരാധനയിൽ വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ ആരാധനയിലേക്കും വചന ശുശ്രൂഷയിലേക്കും നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹാദരവുകളോടുകൂടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുക. നവംബർ മാസം 1-ാം തീയതി ആണ് കഴിഞ്ഞ 10 മാസക്കാലം ഈ വർഷത്തിൽ നമ്മെ വിട്ട് കടന്നുപോയി. മാർച്ച് മാസം പകുതി മുതൽ ഇതുവരെയും വലിയ തോതിലുള്ള പ്രതിസന്ധിയിലൂടെ മനുഷ്യരാകമാനം കടന്നു പോകുകയാണ്. അതിൻ്റെ മധ്യത്തിലും നമ്മെ കരുതുകയും നമ്മെ പരിപാലിക്കുകയും നമ്മെ വഴി നടത്തുകയും ചെയ്യുന്ന ദൈവത്തെ നമുക്ക് ആരാധിപ്പാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. നവംബർ മാസം 1-ാം തീയതി അല്ലെങ്കിൽ 1-ാം ഞായറാഴ്ച അഖില ലോക സൺഡേ സ്കൂൾ ദിനമായി ആചരിക്കുകയാണ്. സൺഡേ സ്കൂൾ ആരംഭിച്ചപ്പോൾ ഭാവിയിലെ സഭ എന്നായിരുന്നു അതിനെ പലരും കൊടുത്ത പേര്. നമുക്കറിയാം, റോബർട്ട് റീക്സ് ഇംഗ്ലണ്ടിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പിന്നീട് ലോകം മുഴുവനും സൺഡേ സ്കൂളായി നടന്നു വരുന്നത്. ഫാക്ടറിയിലെ തൊഴിൽ, അതുപോലെ ഖനിയിലെ തൊഴിലിനൊക്കെ ശേഷം ഞായറാഴ്ച അവധി ദിവസം മക്കൾ തെരുവിൽ അലയുന്ന, മാത്രവുമല്ല അക്രമവാസനയുള്ളവരായി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരായി ഒരു തലമുറ വളരുന്നത് കണ്ടിട്ട് വളരെ ദുഃഖത്തോടും ഭാരത്തോടും കൂടെ ആരംഭിച്ച ഒരു മിഷനറി പ്രസ്ഥാനമാകാനും
ആണ് സൺഡേ സ്കൂൾ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. റോബർട്ട് റൈസിനെ സംബന്ധിച്ച് ഈ മാസത്തെ നവംബർ മാസത്തിലെ സഭാമിത്രത്തിൽ വളരെ വിശദമായിട്ട്, ഒക്ടോബർ മാസത്തിലെ സഭാമിത്രത്തിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. സഭാമിത്രം വരുത്തുന്ന ആളുകൾക്ക് അത് വായിച്ചാൽ മനസ്സിലാവും. അദ്ദേഹം ഒരു പ്രിൻ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സമയവും അതുപോലെ കഴിവുകളും തൻ്റെ പ്രസിദ്ധീകരണവും ഒക്കെ ഈ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഉപയോഗിച്ചു. അദ്ദേഹം ദൈവവചനം മാത്രമല്ല പഠിപ്പിച്ചത്, അവരെ മറ്റ് പല വിഷയങ്ങളും കൂടെ അവരെ പഠിപ്പിക്കുകയുണ്ടായി. ഇംഗ്ലണ്ടിലെ ഗ്ലൗസെസ്റ്റർ എന്ന പട്ടണത്തിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത്. അവിടെ തന്നെ 2 ജയിലുകളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ജയിലുകളിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ പോവുകയും അവരുടെ മക്കൾ അനാഥരായി അറിയുകയും ചെയ്യുന്ന ആളുകളും. അതുകൊണ്ട് ജയിലിലും അദ്ദേഹം സുവിശേഷം അറിയിച്ചു, കുഞ്ഞുങ്ങളിലൂടെ മാതാപിതാക്കളിലേക്ക് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് കുറ്റവാളികളായി ഇനി ആരും ജയിലിൽ പോകരുത് എന്ന് ആഗ്രഹിച്ച് അതുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു. ആദ്യം വളരെ ചുരുക്കം കുഞ്ഞുങ്ങൾ മാത്രമേ, 22 കുഞ്ഞുങ്ങൾ മാത്രമേ ക്ലാസ്സിലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് കുട്ടികൾ വർദ്ധിച്ചു വന്നു. രാവിലെയും വൈകുന്നേരവും ക്ലാസ്സുകളെടുത്തു. ഞായറാഴ്ച മാത്രമായതുകൊണ്ട് അതിന് സൺഡേ സ്കൂൾ എന്ന് പേരായി. പിന്നെ ഒരു വാടക കെട്ടിടത്തിലേക്ക് മാറി. അങ്ങനെ വർദ്ധിച്ചു. 25 വർഷം കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിലെ ജനസംഖ്യയുടെ 4/1 സൺഡേ സ്കൂളിൻ്റെ ഭാഗമായി എന്നാണ് ചരിത്രം പറയുന്നത്. 1980 100 വർഷം തികഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിലെ തെംസ് നദിയുടെ തീരത്ത് വലിയ ഒരു പ്രതിമ, ഒരു പൂർണ്ണമായ പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് ആ രാജ്യം ഈ റോബർട്ട് റൈസിന് ഒരു ട്രിബ്യൂട്ട് നൽകുകയുണ്ടായി. എന്നാൽ ജീവനോടെ ശേഷിക്കുന്ന ഈ ലോകത്ത് സജീവമായി നിലനിൽക്കുന്ന സൺഡേ സ്കൂൾ പ്രസ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എന്നേക്കും നിലനിൽക്കുന്ന സ്മാരകം എന്ന് നാം ഓർക്കുക. അതുകൊണ്ട് സൺഡേ സ്കൂൾ എന്ന് പറയുന്ന പലപ്പോഴും വളരെ അത്രയ്ക്കധികം ശ്രദ്ധ കൊടുക്കാത്ത ഒരു കുഞ്ഞുങ്ങളുടെ പരിപാടിയല്ലേ എന്ന് വിചാരിച്ച് അതിനൊരു അവഗണനയാണ് പലപ്പോഴും കൊടുക്കാറുള്ളത്. വളരെ ഗൗരവമായിട്ട് കുഞ്ഞുങ്ങളെ കാണാനില്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. എന്നാൽ സൺഡേ സ്കൂളില്ലെങ്കിൽ നാളുകളിൽ സഭയില്ല എന്നുള്ളതൊരു പരമാർത്ഥമാണ് എന്ന് നാം ഓർക്കണം. മാത്രവുമല്ല, മൂല്യബോധമുള്ളൊരു തലമുറ നാളെയില്ല. പല ആളുകളും അവരുടെ ജീവിതത്തിലെ വലിയ വലിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ, ഉന്നതങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവരോട് ചോദിച്ചാൽ അവർ സൺഡേ സ്കൂളിൻ്റെ അനുഭവമൊക്കെ പറയും. ഞാൻ നമ്മുടെ ഇടവകയിലുള്ള ഒരു മാന്യദേഹവുമായിട്ട് ഒരു ഉന്നതമായിട്ടുള്ള നിലയിലിരുന്ന് വിരമിച്ച ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാലവകുപ്പിലെ അനുഭവം പറയുകയായി. അതുകൊണ്ട് സൺഡേ സ്കൂള് ഏതൊരു വലിയ വ്യക്തികളെ സംബന്ധിച്ച് വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ഭാവിയിൽ ആരാകുമെന്ന് ഒരിക്കലും പറയുവാനായിട്ട് കഴിയില്ല. ഒരു വായനയിൽ അമേരിക്കയിലെ ഒരു ചെറിയ സ്കൂളിൽ ഒരു കുട്ടി ടീച്ചർ പറഞ്ഞു, ഈ മേശപ്പുറത്തിരിക്കുന്ന ഫ്ലവർ വേസിൻ്റെ പടം നിങ്ങളെല്ലാവരും വരയ്ക്കണം. അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളും വരച്ചു. ഒരു കുട്ടി മാത്രം ആ ഫ്ലവറിൻ്റെ സ്ഥാനത്ത് മനുഷ്യൻ്റെ മുഖം വരച്ചു, ഇലയ്ക്ക് പകരം മനുഷ്യൻ്റെ കരങ്ങൾ വരച്ചു. അങ്ങനെ കൊണ്ടുപോയി കൊടുത്തു. ടീച്ചർ അവനെ ശകാരിച്ചു. അനുസരണക്കേട് കാണിക്കുന്നു, എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞ് എല്ലാ കുട്ടികളുടെയും മധ്യത്തിൽ ആ കുട്ടിയെ വളരെ ശക്തമായിട്ട് ശകാരിച്ചു. ചരിത്രം പറയുന്നത് അവനാണ് മിക്കി മൗസ് എന്ന കാർട്ടൂൺ പരമ്പര രചിച്ച വാൾട്ടർ ഡിസ്നി എന്ന് ചരിത്രം പറയുക. അതുകൊണ്ടൊരു കുഞ്ഞ് ആരാകും എന്ന് ഒരിക്കലും പറയുവാനായിട്ട് കഴിയില്ല. അസാധ്യമായിട്ടുള്ള, അസാമാന്യമായിട്ടുള്ള, അപാരമായുള്ള സാധ്യതകളെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു നിധിയായിരിക്കാം ഒരു കുഞ്ഞിന്. അതുകൊണ്ടൊരു കുഞ്ഞിനെ ആദരവോടുകൂടെ കാണണം, ആദരവോടുകൂടെ സമീപിക്കണം. അങ്ങനെ ഒരു കുഞ്ഞിനെ പരിശീലിപ്പിക്കണം, പരിപോഷിപ്പിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം ഓർമ്മ. അപ്പം നർച്ചറിങ് ഇൻ ഫെയ്ത്ത്, അതാണ് നമ്മുടെ ചിന്താവിഷയം. വിശ്വാസത്തിൻ്റെ പരിപോഷണം, വിശ്വാസത്താൽ പരിപോഷിപ്പിക്കപ്പെടും. ഇപ്പോൾ നവംബർ 1 പിന്നെയും നമ്മുടെ കേരള പിറവി ദിനമാണ്.
അതുപോലെ തന്നെ ഓൾ സെയിൻസ് ഡേ ആണ് നവംബർ 1 എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നവംബർ എന്ന് പറയുന്നത് ഇനി 2 ആഴ്ച കൂടെ കഴിയുമ്പോൾ, ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ ഗേൾ ചൈൽഡ് സൺഡേ വരികയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും നവംബർ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായുള്ള പ്രധാനപ്പെട്ട ഒരു ആഴ്ച ആണ്, ഒരു മാസമാണ് എന്ന് നാം മനസ്സിലാക്കി. അതുകൊണ്ട് ഇവിടെ വിശ്വാസത്തിൽ വളർത്തുക, പരിപോഷിപ്പിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് നാം വായിച്ച പാഠഭാഗങ്ങളുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ മാത്രം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഇവിടെ സദൃശവാക്യത്തിൽ നാം വായിച്ചു 23-ാം അധ്യായത്തിൽ 15 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു. അവിടെ മാതാപിതാക്കളെ ഉപദേശിക്കുകയാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളെ അവരെ അനുസരിക്കുവാനായിട്ട് കുഞ്ഞുങ്ങളോടുള്ള ഒരു കൽപ്പനയായിട്ട് നമ്മൾ അവിടെ വായിക്കുക. അതുകൊണ്ട് ജ്ഞാനത്തോടുകൂടെ വളരുന്ന കുഞ്ഞുങ്ങളെ, ദൈവഭക്തിയോടുകൂടെ വളരുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അവരെ സന്തോഷിക്കും, അവർ ഭാഗ്യവാന്മാരാണ് എന്നാണ് ആ ഭാഗം നാം വായിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ജ്ഞാനത്തോടുകൂടെ വളർത്തപ്പെടണം. ഞാൻ ഓർക്കുന്നു, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ആ സമയത്ത് ഒരു വളരെ വികൃതിയായ ഒരു കുട്ടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലാസ്സിൽ അവൻ്റെ പിതാവിനെ ചിലപ്പോഴൊക്കെ വിളിപ്പിക്കുമായിരുന്നു. അദ്ദേഹം ഒരു സാധുവായ ഒരു കൂലിപ്പണിക്കാരനായ മനുഷ്യനാണ്. അദ്ദേഹം വന്ന് തല മുമ്പിട്ട് അങ്ങനെ നിൽക്കും സാറിൻ്റെ മുൻപിൽ. സാറ് പറയും, മടുത്തു, ഭയങ്കര ശല്യമാണ്, എന്താണ് വേണ്ടത്, ഇങ്ങനെയാണെങ്കിൽ TC കൊടുത്ത് പറഞ്ഞു വിടേണ്ടതായിട്ട് വരും. അദ്ദേഹം വളരെ സങ്കടത്തോടെ പറയും, സാറേ ഞാൻ എവിടെ കൊണ്ടുപോയി ചേർക്കാനാണ്, അതുകൊണ്ട് ഇത്തവണത്തേക്ക് ഇങ്ങനെ ക്ഷമിക്കാം, മാപ്പാക്കാം, ഞാൻ അവരെ പറയാം, ഉപദേശിക്കാം. അപ്പോൾ മാതാപിതാക്കൾക്ക് വ്യസനകാരണമായി തീരുന്ന മക്കൾ, ഇന്ന് അനേക മക്കൾ മാതാപിതാക്കൾക്ക് വലിയ വ്യസനമാണ്, അവർക്ക് വലിയ ഹൃദയ തകർച്ചയാണ്. പല മാതാപിതാക്കളും സങ്കടത്തോടെയാണ് പറയുന്നത്, ഒരു അനുസരണയുമില്ല, ഒരു സ്നേഹവുമില്ല, എന്തെല്ലാം കൊടുത്താലും ഒരു നന്ദിയില്ല, അല്ലെങ്കിൽ അനുസരണക്കേടെ കാണിക്കത്തുള്ളൂ. അങ്ങനെ പറയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. ഇവിടെ പറയുന്നത് ജ്ഞാനിയുടെ ജനകൻ സന്തോഷിക്കും. ദൈവഭക്തിയോടെ ഇരുന്ന് ദൈവമക്കളായി ജീവിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ആ മക്കളെക്കുറിച്ച് അഭിമാനമുണ്ടാകും, സന്തോഷമുണ്ടാകും. അതിന് മറ്റൊരു വശവുമുണ്ടെന്ന് നമുക്കറിയാം. മാതാപിതാക്കൾ ഉത്തരവാദിത്വം എല്ലാറ്റിനും മാതൃകയായി നമ്മുടെ യേശു കർത്താവിനെ തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശു കർത്താവിൻ്റെ മാതാപിതാക്കളെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു ദരിദ്ര കുടുംബമായിരുന്നു നമുക്കറിയാം. വളരെയധികം വേദനയിലൂടെയും സങ്കടത്തിലൂടെയും കടന്നുപോയ ഒരു കുടുംബമാണ്, അപമാനത്തിലൂടെ കടന്നുപോയ ഒരു കുടുംബമാണ്. എന്നാൽ യേശു കർത്താവിൻ്റെ മാതാപിതാക്കളെ കുറിച്ച് നാം വായിക്കുന്നത് നീതിമാനായിരുന്നു യോസഫ് എന്നാണ്. കൃപയുടെയും സമാധാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും നിറമായിരുന്നു മറിയമെന്നാണ്. അങ്ങനെയുള്ള ദമ്പതികൾക്ക്, മാതാപിതാക്കൾക്ക് യേശുവിനെ പോലെ സമർപ്പണമുള്ള ഒരു പൈതല് പിറക്കുകയാണ്. നാം വായിക്കുന്നത് മാതാപിതാക്കൾക്ക് അവർ അനുസരിച്ചു എന്ന്, മാതാപിതാക്കളെ അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ടിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. മാത്രവുമല്ല, ആ കുടുംബത്തിന്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിലെ പിതാവാണ് അവിടെ ന്യായപ്രമാണം പഠിപ്പിക്കേണ്ടത് മക്കളെ. പിതാവിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് വളരെ ചെറുപ്പത്തിലെ തന്നെ അഭ്യസിപ്പിക്കുകയാണ്. ഏറ്റവും ചെറുതായിരിക്കുമ്പോൾ തന്നെ കാതിൽ ഓതിക്കൊടുക്കുകയാണ് ന്യായപ്രമാണത്തിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗം. അവരുടെ വിശ്വാസ പ്രമാണം ക്ഷേമ എന്നറിയപ്പെടും. നാം മുമ്പ് ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. ഇസ്രായേലെ കേൾക്കാൻ, നമ്മുടെ ദൈവം ഏകനാകുന്നു, നീ അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതൊരു പിഞ്ചു പൈതല് ഉണ്ടായാൽ ആദ്യമായിട്ട് അതിന് ചെവിയിൽ ഓതിക്കൊടുക്കുന്നതാണ്, പിന്നെ പഠിപ്പിക്കുകയാണ്. 20 വയസ്സ് പ്രായമാകുമ്പോൾ ന്യായപ്രമാണം മുഴുവൻ ഹൃദയസ്ഥമാക്കിയിരിക്കണമെന്നാണ് നിയമം. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 12ാമത്തെ തിരുവയസ്സിലാണല്ലോ യെരൂശലേം ദേവാലയത്തിലേക്ക് പോയത്. യെരൂശലേം ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ പണ്ഡിതന്മാരുമായി കർത്താവ് അവിടെ തർക്കിക്കുകയും വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യുകയാണ്. എന്തുകൊണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ആ ഒരു പരിശീലനം അവന് ലഭിച്ചത് കൊണ്ടാണ്. അത്ര
നല്ല നിലയിലുള്ള പരിശീലനം ഭവനത്തിൽ ലഭിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. 12 വയസ്സായപ്പോൾ തന്നെ, 10 വയസ്സുള്ളപ്പോൾ തന്നെ പല പ്രാവശ്യം വേദപുസ്തകം മുഴുവൻ വായിച്ച ഒരു ആളെ കുറിച്ച് വായിക്കുകയുണ്ട്. അതുകൊണ്ട് ആ പരിശീലനമാണ് ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ കർത്താവിന് നല്ലൊരു പരിശീലനം ലഭിച്ചു. കുടുംബത്തിൽ പരിശീലനം വളരെ ആവശ്യമാണ്. ഒരു കുടുംബമാണ് ഒരു പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ദേവാലയവും ആദ്യത്തെ വിദ്യാലയവും ഒരു കുടുംബമാണ്. അതിനുശേഷമാണ് സൺഡേ സ്കൂളിലേക്കും ഒക്കെ അവനെ വിടുന്നത്. അതിനു മുമ്പ് തന്നെ ഏകദേശം അവൻ്റെ ഒരു സ്വഭാവ രൂപീകരണം ഒരു നല്ല ശതമാനം നടന്നു കഴിഞ്ഞിരിക്കും. അത് ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിലാണ്. ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു കാര്യം കേട്ടിട്ടുണ്ട്, നടന്നു തന്നെയോ എന്ന് അറിഞ്ഞുകൂടാ. ഒരു ഭവനത്തിലെ പിതാവ് മദ്യപാനിയാണ്. രാത്രി വളരെ വൈകിയാണ് വീട്ടിൽ വരിക. അന്നേരമാണ് അദ്ദേഹത്തിന് വലിയ ആത്മീയതയൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ തളർന്ന് കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിക്കും, വായിക്കുക, പാട്ടുപാടുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തൻ്റെ മകനെ, ഉറങ്ങിക്കിടന്ന മകനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. അവനിരുന്ന് വായിച്ചു സങ്കീർത്തനം. അദ്ദേഹം ആ മകൻ ഇങ്ങനെ വായിച്ചു: ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അപ്പനെ അഭ്യസിപ്പിക്കാം. അങ്ങനെയാണ് വായിച്ചത്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക എന്നുള്ളതിന് പകരം മകൻ വായിച്ചത് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അപ്പനെ അഭ്യസിപ്പിക്കുക എന്ന്. അവൻ തെറ്റായി വായിച്ചെങ്കിലും വളരെ അന്വർത്ഥമായിരുന്നു. അതുകൊണ്ട് ഒരു അഭ്യാസിക്ക് മാത്രമേ അഭ്യസിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു അഭ്യാസിക്ക് മാത്രമേ പരിശീലിപ്പിക്കുവാനായിട്ട് കഴിയൂ. അതുകൊണ്ട് വിശ്വാസത്താലുള്ള പരിപോഷണം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൽ പരിപോഷിപ്പിക്കപ്പെട്ട ഒരു മാതാവിനോ പിതാവിനോ മാത്രമേ കുഞ്ഞുങ്ങളെ പരിപോഷിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലാത്തത് കൊടുക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നാമതായിട്ട് അവിടെ കാണുന്ന മാതാപിതാക്കളുടെ മാതൃകാ ജീവിതം, കുട്ടികളുടെ വിശ്വാസ പരിപോഷണത്തിന് ആവശ്യം. ഒരിക്കലും ഒരു സ്കൂളിലെ ക്ലാസ്സിലൊരു അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് റോൾ മോഡൽ ആരാ, അതൊന്ന് എഴുതണം, ഒരു കടലാസിൽ എഴുതണമെന്ന്. എല്ലാവരും എടുത്തെഴുതി. മാഷ് പേപ്പറൊക്കെ വാങ്ങിച്ച് നോക്കിയപ്പോൾ സ്കൂളിലെ ഒറ്റ മാഷന്മാരും അതിലില്ല, ഒരൊറ്റ അധ്യാപകരും അതിലില്ല, മാതാപിതാക്കളുടെ പേരും അതിലില്ല. പിന്നെ അതിൽ ഉള്ള പേര് വലിയ സിനിമാ നടന്മാരുടെയും മറ്റുമൊക്കെ പേരുകളാണ്. ഇപ്പോൾ റോൾ മോഡലായിട്ട് കുട്ടികൾക്ക് ആരെയും കാണാനായിട്ട് കഴിയുന്നില്ല. ഇല്ലാഞ്ഞിട്ടായിരിക്കില്ല ഒരു പക്ഷേ, അല്ലെങ്കിൽ അവരെ ആകർഷിക്കത്തക്ക വിധത്തിൽ, അവരെ ചിന്തിപ്പിക്കത്തക്ക വിധത്തിൽ, സ്വാധീനിക്കത്തക്ക വിധത്തിലുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നില്ലായിരിക്കും. എന്തായിരുന്നാലും അങ്ങനെ ഒരു കാര്യം കേൾക്കുവാനായിട്ടിടയായിട്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താ, nourishment of faith through the essentiality role model of parents. മാതാപിതാക്കളുടെ മാതൃക കുഞ്ഞുങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക്, വിശ്വാസ പരിപോഷണത്തിന് അത്യാവശ്യമായ ഒരു കാര്യമാകുന്നു എന്ന് ഇവിടെ പറയും. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന കാര്യം, ദ നറിഷ്മെന്റ് ഓഫ് ഫെയ്ത്ത് ത്രൂ ദ എസൻഷ്യാലിറ്റി ഓഫ് ദ മെഡിറ്റേഷൻ ഓഫ് ഗോഡ്, വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനത്തിൽ ധ്യാനിക്കുന്നതിലൂടെയാണ് സദൃശവാക്യം എല്ലാം പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ധ്യാനിക്കുന്നതിലൂടെയാകുന്നു വിശ്വാസത്തിൻ്റെ പരിപോഷണം സാധ്യമാകുന്നത്. ദൈവവചനം കൂടാതെ വിശ്വാസത്തിൻ്റെ പരിപോഷണം സാധ്യമല്ല എന്ന് നമുക്കറിയാം. നാം ഇവിടെ വായിച്ച സങ്കീർത്തനത്തിൽ കുഞ്ഞുങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ ദാനമാണ് കുഞ്ഞുങ്ങൾ, അത് വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് എന്നൊക്കെ വായിച്ചു. ഇന്ന് പലപ്പോഴും കുഞ്ഞുങ്ങൾ അസ്ത്രങ്ങൾ പോലെയാണ്. അത് വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങളായിട്ടല്ല, തങ്ങളുടെ നെഞ്ചിന് നേരെ വരുന്ന അസ്ത്രങ്ങളായിട്ടാണ് പല കുഞ്ഞുങ്ങളും മാതാപിതാക്കൾക്ക് അനുഭവപ്പെടുന്നത്. അസ്ത്രങ്ങൾ തന്നെ, പക്ഷെ മുറിവേൽപ്പിക്കുന്ന അസ്ത്രങ്ങൾ ആയിട്ട് മാറുന്ന അനേക സംഭവങ്ങൾ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഒരു സൺഡേ സ്കൂൾ അധ്യാപിക പറയുകയായിരുന്നു, ഒരു കുട്ടിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു, അയ്യോ നല്ല കുട്ടിയായിരുന്നല്ലോ, സൺഡേ സ്കൂളൊക്കെ ഞാൻ പഠിപ്പിച്ചതാണല്ലോ, നന്നായി പഠിക്കുമായിരുന്നു,
എന്തു പറ്റി? എങ്ങനെ സംഭവിച്ചു? ദുഃഖിക്കുകയാണ്, വേദനിക്കുകയാണ് മാതാപിതാക്കൾ, അധ്യാപകർ. അയ്യോ, എന്തു പറ്റി? നല്ല കുട്ടിയായിരുന്നു, ഇങ്ങനെയായി പോയല്ലോ. അല്ലെ, ചെറുപ്പത്തിൽ നല്ല പയ്യനായിരുന്നു, ഇങ്ങനെയായി പോയല്ലോ എന്ന് പറയുന്ന ധാരാളം അധ്യാപകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ദൈവവചനത്തിന്റെ പരിപോഷണം ആവശ്യം. മറ്റുള്ള ലോകത്തിന്റെ സ്വാധീനങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ നിറയാതെ, ലോകപരമായ സ്വാധീനങ്ങൾ അവരെ വന്ന് കൈവശപ്പെടുത്താതെ ദൈവവചനത്താൽ അവർ പോഷിപ്പിക്കപ്പെടും, ദൈവവചനത്താൽ അവർ നിറയപ്പെടും. അതുകൊണ്ടാണ് നാം വായിച്ച ലേഖന ഭാഗം, എഫേസ്യ ലേഖനം 6-ാം അധ്യായം നാം വായിച്ചത്. അവിടെ പൗലോസ് അപ്പോസ്തലൻ ഉപദേശങ്ങൾ നൽകുകയാണ്. കുഞ്ഞുങ്ങൾക്കുള്ള ഉപദേശമുണ്ട്, മാതാപിതാക്കൾക്കുള്ള ഉപദേശമുണ്ട്, ദാസന്മാർക്കുള്ള ഉപദേശമുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് താഴോട്ട് പറയാം, ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിനും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നിങ്ങൾ ശക്തിപ്പെടേണ്ടത് കർത്താവിന്റെ അമിത ബലത്തിലാണ്. ഈ ലോകപ്രകാരം വലിയ ശക്തിയൊക്കെ ഉണ്ട്, മസിലൊക്കെ പെരുപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെയൊക്കെ നാം കാണാറുണ്ട്. അത് അല്പസ്വല്പമൊക്കെ ആവശ്യമാണെന്ന് പൗലോസ് പറയുന്നു. ലോകപ്രകാരമുള്ള അഭ്യസനമൊക്കെ അല്പസ്വല്പം ആവശ്യം. തീമോഥെയോസിനോട് പറയുന്നുണ്ട്, ശരീരാഭ്യാസം അല്പം നല്ലത് എന്ന് പറയുന്നു, വേണ്ടാന്നല്ല. എന്നാൽ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ആവശ്യമായിരിക്കുന്നത് ആത്മീയമായ അഭ്യസനമാണ്, ഒരു സ്പിരിച്വൽ നറിഷ്മെന്റാണ്, ഒരു വിശ്വാസത്തിന്റെ പരിപോഷണമാണ് ആവശ്യമായിരിക്കുന്നത്. ഈ ലോക ജീവിതത്തിന്റെ പ്രലോഭനങ്ങളിലും പ്രതികൂലങ്ങളിലും തളരാതെയും തകരാതെയും ജീവിതമാകുന്ന കപ്പൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തമാക്കുന്നത് വിശ്വാസത്തിനുള്ള പരിശീലനമാണ്. അവരവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ പ്രതികൂലത്തിന്റെ ഘട്ടങ്ങളിൽ, പ്രലോഭനങ്ങളുടെ ഘട്ടങ്ങളിൽ അവർ തകർന്നു പോകാതെ നിലനിൽക്കുവാൻ സാധിക്കുന്നത് വിശ്വാസത്താൽ പരിപോഷിക്കപ്പെട്ടാൽ. നമ്മോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും ആയിരിക്കുകയില്ല. ഒരുപക്ഷെ അവർ വലിയ പഠനത്തിനായിട്ട് പോകും, ജോലിക്കായിട്ട് പോകും. എന്നാൽ അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരിൽ വസിക്കുന്ന ദൈവത്തിന്റെ വചനം അവരെ പ്രൊട്ടക്ട് ചെയ്യും, അവരെ പരിപാലിക്കും. അതുകൊണ്ട് ദൈവവചനത്തിന്റെ മെഡിറ്റേഷൻ വളരെ ആവശ്യമാണ്. ബാലശിക്ഷയിലും ഭക്തിയോപദേശത്തിലും അവരെ പോറ്റി വളർത്തണമെന്നാണ് ഇവിടെ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിച്ചത്. കുഞ്ഞുങ്ങളെ ബാലശിക്ഷയിലും ഭക്തിയോപദേശത്തിലും പോറ്റി വളർത്തണം എന്നാണ്. അപ്പൊ പദ്യോപദേശം അവർക്ക് ആവശ്യമാണ്, ബാലശിക്ഷ അവർക്ക് ആവശ്യമാണ്. അപ്രകാരമാണ് കുഞ്ഞുങ്ങൾ വളർത്തപ്പെടേണ്ടത് എന്ന് അവിടെ പറയുക. ഒരു ചിന്ത കൂടെ നമുക്ക് ലഭിക്കുന്നത് മൂന്നാമതായി, ദ നറിഷ്മെന്റ് ഓഫ് ഫെയ്ത്ത് ത്രൂ ദ എസെൻഷ്യാലിറ്റി ഓഫ് ചൈൽഡ്ഹുഡ് ക്യാരക്ടർ. അതാണ് ഒരു ശിശു സഹജമായിട്ടുള്ള സ്വഭാവത്തോടു കൂടെ മാത്രമേ വിശ്വാസത്താൽ പരിപോഷണം സാധ്യമാകൂ. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ അവരെന്തും സ്വീകരിക്കുന്നവരാണ്, എന്തും കൊടുക്കുന്നവരാണ്, വളരെ ട്രാൻസ്പെറൻ്റാണ്, ഒരു മറയുമില്ല. അവർ വളരെ വിശ്വസ്തരും അതുപോലെ വിശ്വാസമുള്ളവരുമാണ് കുഞ്ഞുങ്ങൾ. അതുകൊണ്ടാണ് യേശു കർത്താവ്, അതായത് സുവിശേഷം 18-ാം അധ്യായം നാം വായിച്ചത്, ദൈവരാജ്യത്തോട് ഉപമിച്ച് ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തിക്കൊണ്ട് പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ, നിങ്ങൾ ശിശുവാകണമെന്നല്ല പറഞ്ഞത്, എന്നാൽ നിങ്ങൾ ശിശുവിനെ പോലെ ആകണം. നിങ്ങൾ ശിശുവിനെ പോലെ ആയിത്തീരണം, എങ്കിലേ ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. ഒരു ശിശു സഹജമായിട്ടൊരു നൈർമല്യം, അവൻ കളങ്കമില്ലാത്തവനാണ്, കപടമില്ലാത്തവനാണ് ഒരു പൈതൽ. ഒരു അച്ഛനും കൊച്ചമ്മയും ഒരു വീട്ടിൽ ചെന്ന് അവർ സന്ദർശനത്തിനായിട്ട് ചെന്നപ്പോൾ അവിടെ 3 വയസ്സുള്ള മകൻ നൂല് ബന്ധമില്ലാതെ ഓടി നടക്കുക. അന്നേരം അവൻ്റെ അമ്മ പറഞ്ഞു, നാളമില്ലാതെ നടക്കുന്നവളാ, പോയി അകത്ത് പോയി എന്തെങ്കിലും ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. അവൻ ഒട്ടും മടിച്ചില്ല, അകത്തോട്ട് പോയി തിരിച്ച് വന്നു, 2 ചെരുപ്പിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. അവനോട് പറഞ്ഞത് എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാനാണ് പറഞ്ഞത്, പക്ഷെ അവൻ പോയി 2 ചെരുപ്പ് ഇട്ടു.
അപ്പം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ നിഷ്കളങ്കരാണ് എന്നാ പറയുന്നത്, കളങ്കമില്ലാത്ത. അതുകൊണ്ട് അവരെ പോലെ നിങ്ങൾ തിരിച്ച് നിങ്ങൾ ആയിത്തീരണം. ഒരു ചൈൽഡ്ഹുഡ് ക്യാരക്ടർ ആവശ്യം, ഒരു നിഷ്കളങ്കത ഉള്ളവരായി, എങ്കിൽ മാത്രമേ അവിടെ നമുക്ക് പകരാൻ നിറയ്ക്കാനൊക്കെ സാധിക്കും. അല്ല സ്റ്റബേണായിട്ട് നിന്നാൽ, മറുതലിച്ച് നിന്നാൽ ഒരിക്കലും അവരെ നമുക്ക് പരിപോഷിപ്പിക്കാനായിട്ട് കഴിയില്ല. ഒരു പാത്രത്തിലേക്ക്, ശൂന്യമായ ഒരു പാത്രത്തിലേക്ക് മാത്രമേ ഒഴിച്ച് നിറയ്ക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തും സ്വീകരിക്കുന്നവരാണ്, ഒരു ക്ലീൻ സ്ലേറ്റ് പോലെ. അവിടെ എഴുതിയാൽ അത് അവിടെ പതിഞ്ഞേക്കണം. അതുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ തന്നെ അവരെ പഠിപ്പിക്കുന്നത്, ശരിയായ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുനാളിലൊക്കെ നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ച വാക്യങ്ങളൊന്നും മറക്കില്ല. പിന്നീട് പഠിച്ചതൊക്കെ പലതും മറന്നുപോയാലും ചെറുപ്രായത്തിൽ നാം പഠിച്ച മനഃപാഠ വാക്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലെങ്ങനെ കോറിയിട്ട് അങ്ങനെ കിടക്കും. അത് നമ്മുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തന്നു. ഇന്ന് തലമുറയെ ഓർത്ത് കരയുകയാണ്, ഇന്ന് നെടുവീർപ്പിടുകയാണ്, ഇന്ന് സങ്കടപ്പെടുകയാണ്. ഈ ഭാവി തലമുറയുടെ അവസ്ഥ എന്താ? മദ്യത്തിനും മയക്കുമരുന്നിനും ചീത്തയായ കൂട്ടുകെട്ടുകൾക്കും ഒക്കെ പിന്നാലെ പോയി നശിച്ചു പോകുന്ന യുവതലമുറയെ നാം കാണുകയാണ്. ഇവിടെ സഭയിലും വലിയ വ്യത്യാസമൊന്നുമില്ല. കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ വളർന്നു വന്നാണ് അവർ യുവജനങ്ങളാകുന്നത്. ആരാധനയിലും സഭയുടെ ശുശ്രൂഷകളിലും ഒക്കെ അവരുടെ പങ്കാളിത്തം വളരെ കുറവാണ്. വളരെ പ്രായമുള്ള ആളുകളേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ പാശ്ചാത്യ നാടുകളിലെ പോലെ ദേവാലയത്തിൽ ആരുമില്ലാതെ ഇരിക്കുന്നൊരവസ്ഥ. ഒരിക്കലും ഒരു ഭക്തൻ പറഞ്ഞു, 15 വർഷം ഒരു പള്ളിയിൽ സൺഡേ സ്കൂളിലായെങ്കിൽ അവിടെ യൂത്തില്ല. 15 വർഷം കൂടെ വീണ്ടും കഴിഞ്ഞാൽ അവിടെ സഭയേ ഇല്ല എന്ന് പറയുകയുണ്ടായി. ഇത് വളരെ പരമാർത്ഥമാണ്, വളരെ ഗൗരവമായിട്ടും നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ദൈവം ദാനമായി കുഞ്ഞുങ്ങളെ തന്നു. അവരെ പരിശീലിപ്പിക്കുവാൻ, പരിപോഷിപ്പിക്കുവാൻ, വചനത്താൽ ഉള്ള അഭ്യസനം കൊടുക്കുവാനായിട്ട്, ഒരു റോൾ മോഡലായിരിക്കുവാനായിട്ട് കഴിയുമ്പോഴാണ് അവരെ അനുഗ്രഹമായിട്ട് വരുന്നത്. അതുകൊണ്ട് വലിയൊരു കൂട്ടുത്തരവാദിത്വമായി കാര്യത്തിലുള്ളത് സഭയ്ക്ക് മാത്രമല്ല, അല്ലെങ്കിൽ സമൂഹത്തിന് മാത്രമല്ല, അത് കുടുംബങ്ങൾക്കും ഒരു വലിയൊരു കൂട്ടുത്തരവാദിത്വം ഇതിനായിട്ട് ആവശ്യമാകുന്നു എന്ന് നാം ഓർക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ നാം ചിന്തിച്ചു. ഒന്ന്, നാം വി ഷുഡ് ബി എ റോൾ മോഡൽ. നാം കുഞ്ഞുങ്ങൾക്ക് ഒരു റോൾ മോഡലായിരിക്കും. 2, വചനത്താലുള്ള അഭ്യസനം അവർക്ക് നൽകുക. 3, മൂന്നാമതായിട്ട് നാം ചിന്തിച്ചത് ഒരു ചൈൽഡിഷ് നേച്ചർ നമുക്ക് ആവശ്യമാണ്. ഒരു ചൈൽഡ്ഹുഡ് ക്യാരക്ടർ നമുക്ക് ആവശ്യമാണ്. അതിലൂടെയാണ് ദൈവത്തിൻ്റെ വചനം പകരപ്പെടുവാനായിട്ട് സാധിക്കുക. ഇതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് തലകളെ വണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനും സ്നേഹവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവചനം ധ്യാനിക്കുവാൻ അടികൾക്ക് നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. അവിടുന്ന് ഒരു പൈതലിനെ കർത്താവെ വിളിച്ച് നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് ഈ ചെറിയവന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാൽ അവനെ ഒരു തിരികല്ല് കെട്ടി സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന് എന്ന് തിരുവചനം വായിച്ചു. കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് ഇടർച്ച വരുത്താതെ ദൈവമേ അവരെ പദ്യോപദേശത്തിനും ബാലശിക്ഷയിലും പോറ്റി വളർത്തുവാൻ കർത്താവെ അവിടുന്ന് സഭയ്ക്കും ദൈവമേ കുടുംബങ്ങൾക്കും മാതാപിതാക്കൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നല്ലോ. അവിടുത്തെ ദാനമാകുന്നല്ലോ കുഞ്ഞുങ്ങൾ. ദൈവമേ, അവിടുത്തെ ഹിതപ്രകാരം അവരെ വളർത്തുവാൻ ആവശ്യമായിട്ടുള്ള കൃപ, ജ്ഞാനം, ദൈവമേ അതിനായിട്ടുള്ള ഒരുക്കം, ആ മാതൃക ഒക്കെ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തിരുകുടുംബത്തിൽ ദൈവമേ നീതിമാനായിട്ടുള്ള പിതാവ്, അതേ കർത്താവെ കൃപ നിറഞ്ഞ മാതാവ്, ദൈവമേ അനുസരണയുള്ള ഒരു പൈതലായിട്ട് ദൈവമേ അവിടുന്ന് ജീവിച്ച് വളർന്നല്ലോ കർത്താവെ. അതുകൊണ്ട് ആ ഒരു ദൈവമേ കുടുംബത്തിൻ്റെ സന്തോഷവും സമർപ്പണവും ആ നീതിബോധവും കർത്താവെ എല്ലാ കുടുംബങ്ങൾക്കും മാതാപിതാക്കൾക്കും അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കായും സ്തോത്രം. കർത്താവെ, സൺഡേ സ്കൂളിന് നേതൃത്വം നൽകിയ എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
എല്ലാ കർത്താവെ സൺഡേ സ്കൂൾ അധ്യാപകർക്കായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. വിവിധ നിലകളിൽ വചനം പറഞ്ഞു കൊടുക്കുന്ന എല്ലാ പ്രിയ മക്കൾക്കായും സ്തോത്രം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. നന്മകളാൽ നിറയ്ക്കണമേ, മാനവും മഹത്വം എടുക്കണമേ. യേശു മിശിഹായെ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. നമുക്കിപ്പോൾ നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ സ്വീകരിച്ചിട്ടുണ്ട്. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ കർത്താവായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനായി കന്യമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു, പന്തിയോസ് പിലാത്തോസിനെ കഷ്ടപ്പെട്ട് ഘോഷിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ അടുത്ത് അവൻ തന്നെയുള്ളവരെയും മരിച്ചവരെയും ന്യായീകരിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധാത്മാവിന്റെ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യമായ ദൈവം ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, ചില നമ്മുടെ സഭാമക്കൾ ഈ ഓൺലൈൻ ആരാധനയുടെ മധ്യത്തിൽ സ്തോത്ര കാഴ്ചക്കുള്ളൊരു അവസരം നൽകിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. നമുക്ക് എല്ലാവർക്കും പൊതു ആരാധനയിൽ വരാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ സമയത്ത് അങ്ങനെ ഒരു അവസരം നാം നൽകുകയാണ്. ഒരു പാട്ട് പാടുന്ന സമയത്ത് നിങ്ങൾക്ക് സ്തോത്ര കാഴ്ച ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു പാത്രത്തിലോ ഒരു കവറിലോ ആക്കി മാറ്റി വയ്ക്കുകയും അത് നിങ്ങൾക്ക് പിന്നീട് ദേവാലയത്തിൽ സന്ദർഭം പോലെ നൽകുകയും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് 225 ഗീതം പാടുന്ന സമയത്ത് നിങ്ങൾക്ക് സ്തോത്ര കാഴ്ച മാറ്റി വയ്ക്കാവുന്നതാണ് എന്ന് അറിയിക്കുന്നു. 225 ഗീതം നമുക്ക് പാടാം. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമായിരിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവേ, വിവിധയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ആരാധനയെ സംബന്ധിക്കുന്ന പ്രിയ മക്കളെ, കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, പ്രത്യേകിച്ച് അവിടുന്ന് നിന്റെ മക്കൾക്ക് നൽകിയിട്ടുള്ളവയിൽ നിന്ന് സന്തോഷത്തോടുകൂടെ അവരർപ്പിക്കുന്ന കാഴ്ചകളെ അനുഗ്രഹിച്ച് വാഴ്ത്തേണമേ. കർത്താവേറിയ പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് കൊടുത്ത് മാനിക്കണമേ. അവിടുന്ന് സകലവും കാണുന്ന ദൈവമാണല്ലോ, സകലവും അറിയുന്ന ദൈവമാണല്ലോ. ഞങ്ങളുടെ സമൃദ്ധിയെയും ഞങ്ങളുടെ ഇല്ലായ്മയും ഞങ്ങളുടെ പ്രയാസങ്ങളെയും ആവശ്യങ്ങളെല്ലാം അറിയുന്ന ദൈവമാണല്ലോ. ധാരാളമായി നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ, മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപ തോന്നി കേൾക്കണമേ. ആമേൻ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ പൊതുവായ ആവശ്യങ്ങളെ, വിഷയങ്ങളെ സ്തോത്രത്തോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് വരമേൽപ്പിക്കാം. രോഗികളായി കഴിയുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽ രോഗാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന മക്കളുണ്ട്. അതുപോലെ വാർദ്ധക്യത്തിൻ്റെ ക്ഷീണതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. യുവജനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.
മൂല്യബോധമുള്ളവരായി തങ്ങളുടെ മാതാപിതാക്കൾക്ക് അനുഗ്രഹത്തിന്, തങ്ങളുടെ ദൈവത്തിന് മഹത്വത്തിന് മുഖാന്തരമായി ജീവിപ്പാൻ, പ്രവർത്തിപ്പാൻ നിന്റെ മക്കളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ ദൂരദേശങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഉപരിപഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട്, സാമ്പത്തികമായി ക്ലേശിക്കുന്നവർ, കടഭാരത്താൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, വരുമാന മാർഗങ്ങളൊക്കെ നഷ്ടമായി പോയവരുണ്ട്, ചികിത്സയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഓരോ മക്കളെയും നമ്മുടെ ഇടവകയെ നമുക്ക് ഓർക്കാം. കമ്മിറ്റി അംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സംഘടനകളെ, എൻ്റെ ഭാരവാഹികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ വളരെ പ്രയാസത്തിലൂടെയൊക്കെ നമ്മുടെ ദേശം കടന്നു പോവുകയാണ്. എങ്കിലും സ്വർഗത്തിലെ ദൈവത്രത്തോളം വിടുതൽ ഒരുക്കുന്നത് ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ദേശത്തെ പൂർണ്ണമായും സൗഖ്യവും ആരോഗ്യവും നൽകി നമ്മുടെ ദേശത്തിന് ആവശ്യമായ സൗഖ്യം ദൈവം നൽകണമെന്ന് അപേക്ഷിക്കാം. നമ്മുടെ ലോകത്തുനിന്ന് ഈ മഹാമാരി അതിവേഗം മാറ്റപ്പെടുവാൻ കർത്താവ് തന്നെ അതിനെ തുടച്ചു നീക്കി സമാധാനം, സ്വസ്ഥതയും മനുഷ്യന് സമൃദ്ധിയും ദൈവമേ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവഭയത്തോട് ജീവിപ്പാൻ, ദൈവാശ്രയത്തോട് ജീവിപ്പാൻ, വിശ്വാസത്തിൽ ദൈവവചനത്താൽ പരിപോഷിപ്പിക്കപ്പെടുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മറ്റു മനുഷ്യരുണ്ട്. ജയിലുകളിൽ കഴിയുന്ന ആളുകൾ, അതുപോലെ സ്നേഹിക്കാനും കരുതാനും ആരുമില്ലാതെ പ്രയാസപ്പെടുന്നവർ, ആശുപത്രികളിൽ കഴിയുന്നവർ, വെന്റിലേറ്ററിൽ കഴിയുന്നവർ, ICUവിൽ കഴിയുന്നവർ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. ഹോമുകളിലൊക്കെ കഴിയുന്ന ആളുകൾ, അനാഥരായിട്ടുള്ളവർ, അങ്ങനെ പലവിധ പ്രയാസങ്ങളിലൂടെ കടന്നു മുഴുവൻ ആളുകളെ നമുക്ക് ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹായിടവിനെ ഓർക്കാം, വിശുദ്ധിനെ കുടുംബമായിട്ട് ഓർക്കാം. എല്ലാ പട്ടക്കാരെയും സഭാ ശുശ്രൂഷകരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തീയ സഭകളെ, സംഘടനകളെ ഓർക്കാം. ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ വിനയത്തോടും താഴ്മയോടും പ്രാർത്ഥിപ്പാൻ, ഈ നാളുകളിൽ വളരെ ജാഗ്രതയോടെ ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിന്ന് അഭയയാചന കഴിപ്പാൻ എൻ്റെ ജനത്തെ നീ ഒരുക്കേണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാൻ പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ ആവശ്യങ്ങളെ, ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം അവിടുന്ന് കേൾക്കുന്നതോർത്ത് സ്തോത്രം. ഞങ്ങൾ ചോദിക്കും മുന്നമേ അവിടെ അറിയുന്ന ദൈവമാണല്ലോ. തിരുഗതിനനുസരണമായി തിരുനാമഹത്വത്തിനായി എല്ലാം ചെയ്യുന്നതുകൊണ്ട് നന്ദി പറയുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെല്ലാം അവിടെ സഹായിക്കണമേ. ആവശ്യങ്ങളിരിക്കുന്നവരെ അവിടെ സന്ദർശിക്കണം. രോഗികളെ അവിടുന്ന് സൗഖ്യമാക്കണം. ദുഃഖിതരെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, അവിടുന്ന് ഹൃദയം തകർന്നവർ മുറി കെട്ടുന്ന ദൈവമാണല്ലോ. ദുഃഖിതരെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാ നന്മകളാരോട് നിറയ്ക്കണം. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, വചനം പഠിച്ച് ദൈവത്തിന്റെ വചനത്താൽ പോഷിപ്പിക്കപ്പെടുവാൻ നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നന്മകളാൽ നിറയ്ക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ. ആമേൻ. കർത്താവ് നമ്മെ പഠിപ്പിച്ചതുപോലെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആരോടും തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിലേക്ക് എടുത്താൽ ദുഷ്ടം നിങ്ങളെ ലഭിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടുത്തേക്കുള്ളതാകുന്നു. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, പ്രിയമുള്ളവരെ, നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളോടും പ്രിയപ്പെട്ടവരും ഇപ്പോഴും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. അതിനൊടുവിലായി 204 കീർത്തനത്തിൽ നിന്ന് പാടാം. കീർത്തനം 204. Deva,
കർത്താവ് നമ്മോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനമായിരിക്കാം.